രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. കേരളത്തിൽ നാളെ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ ബസ് കയറി മരിച്ചു. മടവൂർ ഗവൺമെന്റ് LPSലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ ദേഹത്ത് സ്കൂൾ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം മടവൂരിലാണ് സംഭവം. കുട്ടിയെ ഇറക്കി സ്കൂൾ ബസ് മുന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം. വീടിന്റെ മുന്നിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കേരളത്തിൽ നാളെ 10 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് പിന്നാലെ കാണാതായ ഡ്രൈവറെയും ഭാര്യയും ഗുരുവായൂരിൽ വെച്ച് കണ്ടെത്തി. ഡ്രൈവർ രഞ്ജിത്തിനെയും ഭാര്യ തുഷാരെയുമാണ് കണ്ടെത്തിയത്. ഇന്ന് തന്നെ ഇരുവരെയും നാട്ടിലെത്തിക്കും. ഇന്ന് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്റെ കുടുംബം തകർന്നാൽ എല്ലാവർക്കും സമാധാനം കിട്ടുമെന്ന രഞ്ജിത്ത് ശബ്ദ സന്ദേശം അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗുരുവായൂരിൽ നിന്ന് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന വലിച്ചെറിഞ്ഞ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടി അന്തരിച്ചു. നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന കൃഷ്ണൻകുട്ടിയെയും ഹംസ എന്നയാളെയും തുമ്പിക്കയിൽ പിടിക്കുകയായിരുന്നു. ഹംസ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ കൃഷ്ണൻകുട്ടിയെ തൂക്കിയെടുത്ത് ഉയർത്തിയ ആന താഴേക്ക് എറിയുകയായിരുന്നു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന് അറസ്റ്റ് വാറന്റ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വിദേശയാത്ര നടത്തിയതിനാണ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയുടേതാണ് നടപടി. പാസ്പോർട്ട് കെട്ടിവെക്കണമെന്ന വ്യവസ്ഥ പാലിക്കാതിരുന്നതിനെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറന്റ് നൽകിയത്. ബോബി ചെമ്മണൂരിന്റെ ജാമ്യ ഹർജി പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബോബി ചെമ്മണൂർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന എന്ന സമീപനമാണ് കോടതിക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ള ബോബിക്കായി കോടതിയിൽ ഹാജരായിരുന്നു. സ്വവർഗ വിവാഹത്തിന് നിയമാനുമതി നൽകാനാവില്ലെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസുമാരായ BR ഗവായി, സൂര്യകാന്ത്, BV നാഗരത്ന, PS നരസിംഹ, ദീപ ശങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികൾ ചേംബറിൽ പരിശോധിച്ച് തള്ളിയത്. അഡീഷണൽ സെക്രട്ടറി ജയതിലകിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിൽ അപമാനിച്ച സംഭവത്തിൽ N. പ്രശാന്ത് IAS-നെതിരെ നടപടി കടുപ്പിച്ച സർക്കാർ. പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി 120 ദിവസം കൂടി നീട്ടി. ചീഫ് സെക്രട്ടറിയോടുള്ള പോരിന്റെ പേരിൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലഘട്ടം ഏറെ വിവാദമായിരുന്നു. വീട് ജപ്തി നടപടി നേരിട്ടതിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. പട്ടാമ്പി കീഴായൂർ സ്വദേശി ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ഷൊർണൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കാണ് ജപ്തി നടപടി സ്വീകരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴായിരുന്നു പട്ടാമ്പി കീഴായൂർ സ്വദേശി ജയ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. 80% പൊള്ളലേറ്റ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കരിമല വഴിയുള്ള പരമ്പരാഗത കാനനപാതയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ്. മകരവിളക്കിന്റെ പ്രധാന ദിവസമായ 11 മുതൽ 14 വരെ കാനനപാത വഴിയുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇളവ് അനുവദിക്കും. സ്പോട്ട് ബുക്കിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ നിലയ്ക്കലിൽ മാത്രമായിരിക്കും. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.